മൊരടന് ശേഷം പുതിയ സിനിമകളൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? മൊരടന് ശേഷം എന്നുള്ളല്ല, ഞാൻ സിനിമ തന്നെയാണ് ഇപ്പം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സിനിമാ രംഗത്തേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യകാല വർക്കുകളൊക്കെ എങ്ങനെയാണ്? സിനിമാ രംഗത്തേക്കുള്ള തുടക്കം അതിനോടുള്ള ഇഷ്ടം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ അതിനോട് ഇഷ്ടമുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. സിനിമ സത്യം പറഞ്ഞാൽ കാണൽ കുറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാരേജിന് ശേഷമാണ്. കുറച്ചൊന്ന് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആകുമ്പോൾ കുറച്ചൊന്നും എല്ലാ ദിവസവും കാണാൻ പറ്റത്തില്ല. ബാച്ചിലർ ആയിരിക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ സിനിമ കാണാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഡയറക്ടർ ആവണം, എനിക്ക് ആക്ടർ ആവണം. അപ്പോൾ അവനാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞെങ്കിൽ പിന്നെ ഒരു സാധനം ചെയ്യാം, ഒരു ചെറിയൊരു കണ്ടന്റ് ചെയ്യാം, നമുക്കൊരു 10 മിനിറ്റിനകത്തുള്ള. അങ്ങനെ ഒരു രാത്രി കൊണ്ട് എൻ്റെ കൂടെ അഭിനയിച്ച വ്യക്തിയും നമ്മുടെ സിനിമയിലൊക്കെ മീശമാധവൻ സിനിമയിൽ നമ്മുടെ പുരുഷനുണ്ടല്ലോ, പട്ടാള പുരുഷൻ, എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ മകനാണ് എൻ്റെ ഓപ്പോസിറ്റ്, ജിക്കു ജെയിംസ്. അവനാണ് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷോർട്ട് മൂവിയാണ് നമ്മുടെ കുഞ്ഞുമോൻ താഹ എന്ന് പറയുന്ന ഡയറക്ടറിലേക്ക് എത്താൻ കാരണം. ഓക്കെ, ഈ ഒരു ഷോർട്ട് മൂവി അബുദാബിയിലുള്ളൊരു മ്യൂസിക് കമ്പോസറുണ്ട്, ശ്രീ ഷാജി ഭജനമേളം. അദ്ദേഹം കാണുകയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ കുഞ്ഞുമോൻ താഹയിലേക്ക് എത്തുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ മൊരടൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യാം എന്നുള്ള രീതി വരുന്നത്. പിന്നെ ഒരുപാട് ഫാമിലി സപ്പോർട്ടൊക്കെ വളരെ ഉണ്ട്. എനിക്ക് 2 കുട്ടികൾ, മോളും. എവിടെയാണ് നാട്? ഞാൻ കരുനാഗപ്പള്ളിയാണ് നാട്. പഠിച്ചതും വളർന്നതൊക്കെ കണ്ണൂരാണ്. പിന്നെ ഞാൻ 17 വർഷമായിട്ട് ഞാൻ അബുദാബി തന്നെയാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫ്രീലാൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ്, ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ എക്സൈറ്റ്മെന്റിലും കൂടിയാണ്. അല്ല, ഈ സിനിമയില് ആക്ഷൻ ചെയ്യാൻ പറ്റി. ഗ്രൂപ്പുകൾക്കൊപ്പം അതെ, കൂടാതെ നല്ല പാട്ടുകളുണ്ട്. ഞാൻ കേട്ടായിരുന്നു അതിനെക്കുറിച്ച്, പാട്ടുകളെ കുറിച്ച് കേട്ടായിരുന്നു. അപ്പൊ ആ പാട്ടിനെ പറ്റി പറയണമെങ്കിൽ നമ്മളെല്ലാരും ചെറുപ്പം മുതലേ യേശുദാസിന്റെ പാട്ടുകൾ തന്നെയായിരിക്കാം കൂടുതൽ കേൾക്കുന്നത്. ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ കുറച്ച് ഒരു 3-4 വർഷമായിട്ട് നമ്മൾ എന്താ പറയാ ഈ അടിച്ചുപൊളി വേടൻ, മറ്റേ ഡബ്സി, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ പേരുടെ ആ പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത്. എന്നാലും നമ്മൾ യേശുദാസിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ യേശുദാസിന്റെ ഒരു പാട്ടുണ്ട് ഇതിനകത്ത്, മനോഹരമായ ഒരു പാട്ടുണ്ട്. അതിന് എനിക്ക് ലിപ്പ് കൊടുക്കാൻ പറ്റി. അത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഞാനൊക്കെ ചിന്തിക്കുന്നില്ല എന്തെങ്കിലും യേശുദാസിനൊക്കെ അങ്ങനെ ഒരു സംഭവം. അപ്പൊ അതുണ്ട്. പിന്നെ ഒരു പെൺകുട്ടിയിൽ നിന്നുള്ള ഒരു പാട്ട് പാടുന്നുണ്ട്, അഞ്ജലി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. ഇതിന്റെ സംഗീതം മുരളി അപ്പാടത്താണ്. പിന്നെന്താ, നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം എന്താണ് മൊരടൻ എന്നറിയണ്ടേ. ഈ മാസം തന്നെ ഉണ്ടാവും? ഈ അടുത്ത് തന്നെ ഉണ്ടാവും. ഡേറ്റ് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പിന്നെ കഥയും ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ പോയി കാണണം. കഥ ചോദിക്കുന്നുണ്ടെങ്കിലും ശരി. ഇതിപ്പം തമിഴും മലയാള സിനിമയാണല്ലോ. അതെ, അപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ 2 ഭാഷയിലുള്ള ഒരു സിനിമയിൽ നായകനാകാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നില്ലേ? തീർച്ചയായും അത് ഭാഗ്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു തമിഴ് ചിത്രമാണെന്ന്. പക്ഷെ ഞാൻ ലൊക്കേഷനിലെത്തി പല ചില കോമ്പിനേഷൻ സീൻസ് കാണുമ്പോൾ തമിഴൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോ ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, തമിഴുണ്ടോ? അപ്പൊ മോനെ തമിഴുണ്ട്. അങ്ങനെയാണ് രണ്ട് ഭാഷ. തമിഴ്നാട്ടിലും കേരളത്തിലും റിലീസ് ഉണ്ടാവും. തമിഴ്നാട്ടിലും കേരളത്തിലും റിലീസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ കുഞ്ഞുമോൻ താഹ സാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലതൊന്നും നമുക്ക് ഫസ്റ്റ് ടേക്ക് ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവില്ല. പക്ഷേ ഇദ്ദേഹം വന്ന് നമുക്ക് അവിടെ നിന്ന് സ്പോട്ടില് അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തരും, ഇങ്ങനെ ചെയ്യുന്ന പറയും. അപ്പൊ അതൊക്കെ വളരെ 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 എന്താ പറയാ, വളരെ സപ്പോർട്ടീവായി അതൊക്കെ. കുഞ്ഞുമോൻ താഹ ഈ ആക്ടിംഗ് ക്ലാസ് നന്നായിട്ട് നടത്തുന്ന ഒരാളാണ്. അതെ, എനിക്ക് തോന്നുന്നു അബുദാബിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, കുഞ്ഞുമോൻ താഹ ഉണ്ടായിരുന്നു. അങ്ങനെയല്ലേ പരിചയപ്പെട്ടത്? ഞാൻ പരിചയപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു നേരത്തെ. എന്റെ ഷോർട്ട് മൂവ് വഴി ഞാൻ ശ്രീ ഷാജി ഭജനമേളം ത്രൂ ആണ്. അദ്ദേഹം അങ്ങനെയൊക്കെയാണ് പരിചയപ്പെട്ടത്. പിന്നെ ഈ ഷോർട്ട് മൂവി അബുദാബി വെച്ചിട്ടാണോ ചെയ്തിരുന്നത്? ഷോർട്ട് മൂവി ചെയ്തത് അബുദാബി വെച്ചിട്ടാണ്. അതിനുശേഷം കുറെ ചെയ്തെങ്കിലും ശരി, ഈ ആദ്യത്തത് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. കാരണം ആദ്യത്തെ ആ ഒരു ഷോർട്ട് മൂവി കണ്ടിട്ട് ആണ് അന്ന് കമ്മിറ്റഡ് ആയത് ഈ സിനിമയ്ക്ക്.
അപ്പോൾ ആദ്യത്തെ ഷോർട്ട് മൂവി തന്നെ അതെ 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 അതെ. പിന്നീട് 3 ചെയ്തു. ഇപ്പോഴും ഒരു റിലീസ് ആവാൻ നിൽക്കുന്നുണ്ട് ഷോർട്ട് മൂവീസ്. പിന്നെ ഇതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടർ റാഫിയാണ്, റാഫി ബക്കർ. അദ്ദേഹം അസോസിയേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സിനിമയ്ക്ക്. പല കാര്യങ്ങളായി നമ്മൾ ഡയറക്ടറോടത്ത് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല, അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ എപ്പോഴും അവർ ആ സിനിമ എന്നുള്ള ചിന്തയിലുമാണ്. എല്ലാവരും അത് സിനിമയിലുള്ള ചിന്തയുണ്ട്, പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങോട്ട് ആദ്യമായിട്ടൊക്കെയല്ല. അപ്പോൾ നമ്മൾ അസോസിയേറ്റ് റാഫിക്കാണ് ഇതൊക്കെ ഒന്ന് സ്ക്രിപ്റ്റ് ആയാലും കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ചെയ്ത വേഷത്തിൽ. മുരടന് ശേഷം പുതിയ സിനിമകളൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? മുരടന് ശേഷം എന്നുള്ളതല്ല, ഞാൻ സിനിമ തന്നെയാണ് ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം വന്നു ചേരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു തമിഴ് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വരും. എല്ലാം ഇതുപോലെ ഇനിയും ഇന്റർവ്യൂകളിൽ ഞാൻ പറയാം. തീർച്ചയായും നിങ്ങളുമായിട്ട് എല്ലാവിധ മുരടന് ശേഷം നല്ലൊരു നായകനായ മലയാളത്തിലും തമിഴിലും കടന്നു വരട്ടെ. ശരി, അതിനെല്ലാ ഭാവങ്ങളും നേരുന്നു. ഓക്കെ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. OTT ഒന്നും നിൽക്കരുത്. മുരടനെ കുറിച്ച് അറിയണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും? മുരടൻ സിനിമ കാണാം. ഓക്കെ, താങ്ക് യു.